ഹായ് കൂട്ടുകാരെ, ഇന്ന് നമുക്കൊരു സമൂസ ഉണ്ടാക്കാം. ചിക്കൻ വെച്ചിട്ടുള്ളൊരു സമൂസ. അപ്പം എല്ലാവരും ഉണ്ടാക്കിയിട്ടുള്ളതായിരിക്കാം. ഏതായാലും ഞാനും ഒന്ന് ഉണ്ടാക്കി കാണിച്ചു തരാം. അതിന് ഞാൻ അതിലിയുടെ സൺഫ്ലവർ ഓയിൽ കൊണ്ടാണ് ഇത് റെഡിയാക്കുന്നത്. അതിന് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉള്ളി ഇട്ട് കൊടുക്കാം. ചെറുതായിട്ട് അരിഞ്ഞതാണ് കേട്ടോ. ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇത് ഒരുവിധം ഒന്ന് വഴത് വന്നിട്ടുണ്ട്. കളറ് മാറണമെന്നൊന്നുമില്ല, നന്നായിട്ടൊന്ന് വഴന്നാൽ മതി. അതിലേക്ക് നമുക്ക് ഒരു ക്യാരറ്റ്, ഒരു മീഡിയം സൈസ് ക്യാരറ്റ് അത് ഗ്രേറ്റ് ചെയ്തുകൊണ്ട് അതങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അത് ചെറുതായിട്ടൊന്ന് വഴന്നിട്ടുണ്ട്. നമുക്ക് ചിക്കൻ പുഴുങ്ങിയിട്ട് പൊടിച്ചെടുത്തത്, ഇതുപോലെ പൊടിച്ചെടുത്തത് കേട്ടോ. അത് നമുക്ക് അതും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലൊരല്പം മുളക് പൊടി ഇട്ട് കൊടുക്കാം. കുരുമുളക് പൊടി ഞാൻ കുറച്ചാൽ മതി. എരിവിന് ആവശ്യത്തിന് ശകലം മഞ്ഞൾപ്പൊടി, അല്പം ഗരം മസാല എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. പിന്നെ ഞാൻ ഇതിൽ എനിക്ക് ഉപ്പ് കുറവായതുകൊണ്ട് കുറവ് മതിയുള്ളതുകൊണ്ട് ഞാൻ കുറച്ചേ ഇട്ടിട്ടുള്ളൂ. ഇടുന്ന മാത്രമല്ല, ഈ ചിക്കൻ വേവിച്ചെടുത്ത വെള്ളം ശകലം ഇതിൽ ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തേക്കുന്നത്. അപ്പം അതിൻ്റെ ഉപ്പും ഉണ്ട്. അപ്പം അതനുസരിച്ചുള്ള ഉപ്പേ ഇടാവൂ. അപ്പം നമ്മുടെ സമൂസയ്ക്കുള്ള ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് സമൂസ ഉണ്ടാക്കാം. അപ്പം നമുക്കിത് ഫില്ല് ചെയ്തെടുക്കാം. ഇതിങ്ങനെ ആക്കിയെടുക്കുന്നതൊക്കെ എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. ഇതുപോലെ വെച്ചിട്ട് ഇതിനകത്തേക്ക് നമുക്ക് ചിക്കൻ്റെ ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇത് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ മൈദ ഇച്ചിരി കലക്കി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് തേച്ച് കൊടുക്കാം. നമുക്ക് എല്ലാം ഇതുപോലെ റെഡിയാക്കി എടുക്കാം. നമ്മുടെ സമൂസ റെഡിയാക്കിയിട്ടുണ്ട്. റോള് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതൊരു കവറിനകത്താക്കിയിട്ട് കുറച്ച് നേരം ഒന്ന് ഫ്രീസറിനകത്ത് വയ്ക്കും. ഏറെ കയറാത്ത രീതിയിൽ നമ്മുടെ ആവശ്യത്തിനുള്ള സാധനം മാത്രം ഇങ്ങനെടുത്ത് അതിനകത്ത് വെച്ച് ഫ്രീസറിൽ വയ്ക്കാം. തണുത്ത് കഴിയുമ്പോഴത്തേക്ക് ഒന്ന് ഐസായി കഴിയുമ്പോൾ എടുത്ത് എന്താ പറയുക, പൊരിച്ചെടുക്കുന്നതായിരിക്കും ഇച്ചിരി കൂടെ ബെറ്ററായിട്ടിരിക്കുന്നത്, പൊളിയാണ്ടിരിക്കും. അപ്പോൾ നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കിത് ഓരോന്നായിട്ടിട്ട് പൊരിച്ചെടുക്കാം. ഞാൻ ഫ്രീസറിൽ കുറച്ച് നേരം വെച്ചിരുന്നു കേട്ടോ. തിരിച്ചും മറിച്ചിട്ട് നമുക്ക് പൊരിച്ചെടുക്കാം. നമ്മുടെ സമൂസ റെഡി ആയിട്ടുണ്ട്, ചിക്കൻ സമൂസ. പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ കൂട്ടി ഇതെല്ലാം ഫില്ല് ചെയ്തിട്ട് ഫ്രീസറിനകത്ത് വെച്ചിരുന്നത് നമുക്ക് ആവശ്യത്തിനപ്പം എടുത്ത് ചെയ്യാം. പിന്നെ ഇഫ്താറിനൊക്കെ ഒരു അടിപൊളി സ്നാക്സാണ്. അപ്പം എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. അപ്പം എന്താ പറയുക, ചിക്കനൊക്കെ വെച്ചിട്ട് നല്ല സെറ്റായിട്ടുള്ളൊരു കണ്ടോ സെറ്റാണ്. പിന്നെ അപ്പം എല്ലാവരും ട്രൈ ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, താങ്ക് യു. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം.